ഒരു ഷോപ്പിന് മുന്നിൽ നിർത്തി. നമ്മൾ റംബൂട്ടാൻ വാങ്ങാൻ നിർത്തി. അതിലൊരു ചെക്കനെ പരിചയപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ മണ്ണാർക്കാടുള്ളതാണ്. അപ്പം എനിക്ക് എന്താ പണി, ഞാൻ ചായപ്പിടി, ഞാൻ ഒറ്റപ്പാലം പരിപാടിക്ക് ഗസ്റ്റായി ഇതിലിരിക്കുക കേട്ടോ, മെയിനായിരിക്കുക ഗസ്റ്റ് അല്ലേ. അപ്പം എന്താ പണി, എനിക്ക് ചായപ്പിടിയാണ് ബ്രോ പറഞ്ഞത്. എവിടെ ചായപ്പിടി, നമുക്ക് ഇവിടെ റൂട്ടിലെ ചായപ്പിടിയാ. എത്ര റുപ്യ ഏകദേശം പൈസ ഉണ്ടാകും? നമ്മളൊരു 80,000 ഉറുപ്പ്യൊക്കെ ആണ് ബ്രോ. അങ്ങനെ അല്ലേ, മന്ത്ലി ആവൂലേ ചോദിച്ചാൽ. അല്ല ബ്രോ, ഡെയിലിയോ? അല്ല ഞാൻ വണ്ടി ഇറങ്ങി ബ്രോ, ഗസ്റ്റായി പോയിക്കോ, അന്ന് ചായപ്പിടി നടത്തിക്കൊണ്ട്. അല്ല അപ്പൊ ചായന്റെ മാർജിനും ചായന്റെ ലൈഫും പണ്ടത്തെ ചപ്പാത്തി കമ്പനി പോലെയാണ് എല്ലാം. നമ്മുടെ നാട്ടിലെല്ലാം അങ്ങനെയാണ്. ചപ്പാത്തി കമ്പനി ഒന്നായിട്ട് തുടങ്ങിയപ്പോൾ എല്ലാവരും തുടങ്ങി, ചായ കമ്പനി തുടങ്ങിയപ്പോൾ എല്ലാവരും തുടങ്ങി. ഇപ്പൊ ചായ ഒരാൾ തുടങ്ങുമ്പോൾ എല്ലാവരും ഇട്ടിങ്ങനെ. ഇനി ചായ എത്ര കാലം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ചായ ഉണ്ടാവും, പക്ഷെ പണ്ട് നമ്മൾ ഇത്ര കുടിച്ചിട്ടില്ല. ഇനി ഇപ്പോഴത്തെ ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ കുടിക്കണത്. പണ്ട് നമ്മൾ അവിൽ മിൽക്കും ജ്യൂസ്, ഷാർജ ഷെയ്ക്ക്, ആ സംഭവം ഇനി നമ്മൾ കൂടുതലായിട്ട് നമ്മൾ നോക്കിയത്. ഇപ്പൊ ഫുള്ള് നാരങ്ങ സോഡ പണ്ട് നാരങ്ങ സോഡയും സർബത്ത് സോഡ അങ്ങനത്തെയൊക്കെ നമ്മൾ ചൂസ് ചെയ്തിന്. നമ്മൾ അതിന്റെ മുകളിൽ എന്ത് ചൂസ് ചെയ്തിപ്പം? ഇപ്പൊ ചായ ചൂസ് ചെയ്തൊരു ടൈമാണ്. അപ്പൊ എന്തായാലും ഒരു ചായ കുടിച്ചു വരാം അല്ലേ.